നിങ്ങൾ മാർക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. മാർക്സിനെ കുറിച്ച് CPM ഘോരഘോരം പ്രസംഗിക്കും. മാർക്സ് കല്യാണം കഴിച്ചിട്ടില്ല, ഒരു അവിഹിത ബന്ധമായി, അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനെ വരെയൊക്കെ നോക്കാൻ പറ്റാത്ത മനുഷ്യന്റെ പേരാൽ മാർക്സ്. മാർക്സിസം എന്ന് പറഞ്ഞിട്ട് മുസ്ലിയാരങ്ങാടിയിൽ ബിച്ചാപ്പ് സിന്ദാബാദ് വിളിച്ചടക്കാൻ. ബിച്ചാപ്പിനോട് പറഞ്ഞു കൊടുക്കണം മാർക്സിനെ അറിയുന്നുണ്ടാവില്ല. സ്റ്റാലിൻ ആരാൻ? സ്റ്റാലിന്റെ ക്രെംലിനിലെ കൊട്ടാരത്തിലേക്ക് ഒരു തവണ ഒരു ബാലെ നൃത്തസംഘം വന്നു. അതിലൊരു സുന്ദരിയായ കുട്ടി ഉണ്ടായിരുന്നു. സ്റ്റാലിന് വികാരവായ്പുണ്ടായത്രേ. ആ കുട്ടിനെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. ആ കുട്ടി പിന്നെ നർത്തക സംഘത്തിന്റെ കൂടെ യാത്ര പോയി. പിന്നെ ഗർഭിണിയായി, ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ആ കുഞ്ഞു നർത്തകിയായി. ആ നർത്തകിയായ കുഞ്ഞ് സ്റ്റാലിൻ മുമ്പ് പീഡിപ്പിച്ച ബലാത്സംഗം ചെയ്ത പെൺകുട്ടിയിൽ ഉണ്ടായ കുഞ്ഞ് പിന്നീട് നർത്തകിയായിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ക്രെംലിൻ കൊട്ടാരത്തിലേക്ക് വന്നു. ആ കുട്ടിയും പിടിച്ച് ബലാത്സംഗം ചെയ്തു. എന്ന് പറഞ്ഞാൽ സ്വന്തം മകളെ പിടിച്ച് ബലാത്സംഗം ചെയ്ത താന്തോന്നിയായ മനുഷ്യന്റെ പേരാ സ്റ്റാലിൻ. ആ സ്റ്റാലിൻ സിന്ദാബാദ് വിളിക്കാൻ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ഹസൻകുട്ടിക്ക് എങ്ങനെ ധൈര്യം വരും? ചിലർ ചോദിക്കാറുണ്ട്, CPM പ്രസിഡന്റ് ആയാലും ഞാൻ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് കൂടെയാണ്, അങ്ങനെ ഉണ്ടാവില്ല. അത് വേറൊരു മതാണ്, ഇത് വേറൊരു മതാണ്. ഇഫ്താറിനും വരിക, പാർട്ടി ഓഫീസിൽ പോയിട്ട് കട്ടൻ ചായയും കുടിക്കുക, ഇത് ഒന്നിച്ചു പോകുന്നതല്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, മാപ്പിള സഖാക്കളാണ് ഈ നാട്ടിൽ ഏറ്റവും വലിയ വിഷം. 1000 കൊല്ലം അറബിക്കടലിന്റെ നടുക്ക് മുസല്ലയിട്ട് നമസ്കരിച്ചാലും ഒരു മാപ്പിള